Hi friends, welcome to our channel. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈൽ ബീഫ് ചില്ലിയാണ്. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ക്ലീൻ ചെയ്തു വെച്ച 1/2 കിലോ ബോൺലെസ് ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഈ ബീഫിനെ ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പും 1 പിടി കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതിനെ കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്പി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് വേവാനായിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 7 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബീഫ് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ നീളനെയായിട്ട് കട്ട് ചെയ്തെടുക്കണം. എല്ലാ ബീഫും ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ലെമണിൻ്റെ ഹാഫ് ഭാഗം പിഴിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെള്ളം. ഇതെല്ലാം ചേർത്ത് നമ്മൾ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് കട്ട് ചെയ്ത് വെച്ച ബീഫിനെ ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് കൈകൊണ്ട് എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന വിധം പുരട്ടി കൊടുക്കാം. പുരട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേവിച്ച് വെച്ച ബീഫ് ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു ഫ്രൈ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് മസാല തേച്ച് വെച്ച ബീഫിനെ ഇട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ റെഡ് കളറായി വരുമ്പോൾ നമുക്കിതിനെ ഒരു വശം തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ 2 സൈഡും കുക്കായി വരുമ്പോൾ നമുക്കിതിനെ വറുത്തുകോരി മാറ്റാം. അതേ ഓയിലിൽ തന്നെ നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് സൂപ്പർ ആയിട്ടുള്ള തട്ടുകട ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്കിനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.